ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആസ്ട്രാലോൺ അക്കാഡമി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഇതുവരെ നമ്മൾ 11 ചോദ്യം വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് 12ാമത്തെ ചോദ്യം മുതലാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 12ാമത്തെ ചോദ്യത്തിലെ എ പാർട്ട്, ഒരു ചതുർഭുജത്തിന്റെ 2 ജോഡി എതിർകോണുകളും തുല്യമാണ്. ഈ ചതുർഭുജം സാമാന്തരികമാണ് എന്ന് തെളിയിക്കുക. ഒരു ചതുർഭുജത്തിന്റെ 2 ജോഡി എതിർകോണുകളും തുല്യമാണ്. ഈ ചതുർഭുജം സാമാന്തരികമാണ് എന്ന് തെളിയിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട്, അതിന് പേരും കൊടുത്തു. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എയും സിയും തുല്യമാണ്, കോൺ ഡിയും തുല്യമാണ് എന്നാണ്. നമ്മൾ ഈ ഒരു ആശയം ഉപയോഗിച്ചിട്ട് ഈ ചതുർഭുജം ഒരു സാമാന്തരികമാണ് എന്ന് തെളിയിക്കാം. സാമാന്തരികം എന്നാൽ എന്താണ്? എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായ ചതുർഭുജത്തെയാണ് നമ്മൾ സാമാന്തരികം എന്ന് വിളിക്കുന്നത്. ഒരു ചതുർഭുജം സാമാന്തരികമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എതിർവശങ്ങൾ 2 ജോഡി എതിർവശങ്ങളും സമാന്തരമാണ് എന്ന് തെളിയിച്ചാൽ മതി. നമ്മളിവിടെ ഈ 2 ജോഡി എതിർവശങ്ങളും സമാന്തരമാണ് എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അതായത് എബിയും ഡി സിയും സമാന്തരമാണ് എന്നും എഡിയും ബി സിയും സമാന്തരമാണ് എന്നും ആണ് തെളിയിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്കൊരു മുൻപേ പഠിച്ചൊരു കൺസെപ്റ്റ് പരിശോധിക്കണം. അതായത് സമാന്തര വരകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വരയുമായി ഉണ്ടാക്കുന്ന ഇങ്ങനെ വരച്ചിരിക്കുന്ന 2 വരകളുടെ ഈ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഈ 2 വരകളും സമാന്തരമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ചതുർഭുജം സാമാന്തരികമാണ് എന്ന് നമ്മൾ തെളിയിക്കുന്നത്. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്ത്? കോൺ എയും കോൺ സിയും തുല്യമാണ്, അതുപോലെ കോൺ ബിയും കോൺ ഡിയും തുല്യമാണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകളും കൂട്ടിയാൽ 360 ഡിഗ്രി ലഭിക്കും, ഇല്ലേ? അതായത് കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി പ്ലസ് കോൺ ഡി ഈക്വൽ ടു 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഈ ഒരു സമവാക്യത്തിൽ ഞാൻ കോൺ ഡിക്ക് പകരമായിട്ട് കോൺ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, അതുപോലെ കോൺ സിക്ക് പകരമായിട്ട് കോൺ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സിക്ക് പകരമായിട്ട് കോൺ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോൺ എ പ്ലസ് ഡിക്ക് പകരമായിട്ട് ബി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോൺ ബി ഈക്വൽ ടു 360 ഡിഗ്രി. ഇവിടെ എത്ര 2 കോൺ എ ഉണ്ട്? എത്ര കോൺ എകളുണ്ട്? 2 എണ്ണം. 2 കോൺ എ പ്ലസ് 2 കോൺ ബികളും ഉണ്ട്, അല്ലേ? 2 കോൺ ബി ഈക്വൽ ടു 360 ഡിഗ്രി. ഇവിടെ 2ലും 2 കോമൺ അല്ലേ? 2 ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. കോൺ എ പ്ലസ് കോൺ ബി ബാക്കിയുണ്ട്, ഈക്വൽ ടു 360 ഡിഗ്രി. ഈ 2 ഇവിടെ ഗുണിക്കുകയാണ്, അല്ലേ? ഈ 2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? ഹരിക്കും. കോൺ എ പ്ലസ് കോൺ ബി ഈക്വൽ ടു 360 ഡിഗ്രി ബൈ 2 എത്രയാണ്? 180 ഡിഗ്രി. അതായത് ഈ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 2 വരകൾ സമാന്തരമാണ് എന്ന് പറയാം. അതായത് എ ഡി സമാന്തരമാണ് ബി സി എന്ന് പറയാം. ശരിയല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സമവാക്യം ഒന്നുകൂടി മാറ്റി എഴുതാം. ഈ സമവാക്യത്തിന് കോൺ എ പ്ലസ് ഈ ബിക്ക് പകരമായിട്ട് ഞാൻ കോൺ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് സമവാക്യത്തിൽ. കോൺ ഡി പ്ലസ് കോൺ സിക്ക് പകരമായിട്ട് കോൺ എ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോൺ എ പ്ലസ് കോൺ ഡി എ അങ്ങനെ തന്നെ ഇതാണ്, ഈക്വൽ ടു 360 ഡിഗ്രി. ഇറ്റ്സ് ഈക്വൽ ടു 2 കോൺ എ പ്ലസ് 2 കോൺ ഡി ഈക്വൽ ടു 360 ഡിഗ്രി. ഇതിൽ നിന്ന് 2 പുറത്തെടുത്താൽ 2 കോൺ എ പ്ലസ് കോൺ ഡി ഈക്വൽ ടു 360 ഡിഗ്രി. ഈ 2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക്
കോൺ എ പ്ലസ് കോൺ ഡി ഈക്വൽ ടു 360 ഡിഗ്രി ബൈ 2 ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഈ കോണും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പം നമുക്കെന്ന് പറയാം എ ബിയും ഡി സിയും സമാന്തരമാണ് എന്ന് പറയാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? 2 ഈ വശവും സമാന്തരമാണ് എന്ന് കിട്ടി. അതുപോലെ ഈ വശവും സമാന്തരമാണ് എന്ന് കിട്ടി. ഈ ഒരു ചതുർഭുജത്തിലെ 2 ജോഡി എതിർവശങ്ങളും സമാന്തരമാണ് എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ചതുർഭുജം ABCD, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ചതുർഭുജം ABCD ഒരു സമാന്തരികമാണ്. 12ാമത്തെ ചോദ്യത്തിന്റെ ബി ക്വസ്റ്റ്യൻ. ചോദ്യം: ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിന്റെ വ്യാസമാണ് AB. ചിത്രത്തിലെ മറ്റൊരു ബിന്ദുവാണ് C. കോൺ ACB മട്ടക്കോണാണെന്ന് തെളിയിക്കുക. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. O എന്നുള്ള പോയിന്റ് വൃത്തത്തിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ AB എന്നുള്ള ലൈന് വ്യാസമാണെന്നും പറഞ്ഞിട്ടുണ്ട്. വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന വരെയാണ് നമ്മൾ വ്യാസം എന്ന് പറയാം. പിന്നെ C വേറൊരു വൃത്തത്തിലെ ഒരു ബിന്ദുവാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തെളിയിക്കാനുള്ളത് കോൺ ACB, അതായത് കോൺ ACB ഈ കോണ് മട്ടക്കോണാണ് എന്നാണ് തെളിയിക്കേണ്ടത്. ഈ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് 2 കൺസെപ്റ്റാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തേത്, ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും എന്നറിയണം. പിന്നെ ഒരു വൃത്തത്തിന്റെ ആരങ്ങളെല്ലാം തുല്യമായിരിക്കും എന്ന് അറിയണം. നമ്മൾ ഈ ചോദ്യം സമപാർശ്വ ത്രികോണം എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഒരു ചിത്രം പരിശോധിച്ച് നോക്കിയേ. OB ഈക്വൽ ടു OC ഈക്വൽ ടു OA അല്ലേ? കാരണം എന്താണ്? OA ഈക്വൽ ടു OB ഈക്വൽ ടു OC ആണ്. കാരണം അവ വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. ഇനി നമുക്ക് ഈ ഒരു വൃത്തം ഒരു ത്രികോണം പരിശോധിച്ച് നോക്കാം. ത്രികോണം OAC ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ത്രികോണത്തിൽ OAC എന്ന് പറഞ്ഞാൽ ഈ ത്രികോണം OAC, ഈ ത്രികോണത്തിൽ OA ഈക്വൽ ടു OC ആണ്. അതായത് ഈ ഒരു ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമാണ്. എന്താണ് സമപാർശ്വ ത്രികോണം? അതെ, 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ത്രികോണം OAC ഒരു സമപാർശ്വ ത്രികോണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്ന് പഠിച്ചിട്ടില്ലേ? അതായത് തുല്യവശങ്ങൾ ഏതൊക്കെയാണ്? OAയും OCയും. അവയ്ക്കെതിരായുള്ള കോണുകൾ ഏതൊക്കെയാണ്? OAക്കെതിരായിട്ടുള്ള കോണ് ഇത്, OCക്കെതിരായിട്ടുള്ള കോണ് ഇത്. ഈ 2 കോണുകൾ തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ കോണിനെ X എന്ന് വിളിക്കാൻ പോവാണ്. അതായത് കോൺ OAC ഈക്വൽ ടു കോൺ OCA ഈക്വൽ ടു X എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? അതെ, നമുക്ക് ത്രികോണത്തിന് 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് എന്നറിയാം. ത്രികോണം AOC ഈക്വൽ ടു 180 ഡിഗ്രിന്ന് ഈ 2 കോണുകളും കുറച്ചാൽ പോരെ? എത്ര കോണുകളുണ്ട്? X പ്ലസ് X 2x, 180 മൈനസ് 2x എന്ന് എടുക്കാം. അപ്പം ഈ കോണ് 180 ഡിഗ്രി മൈനസ് 2x ആണ്. ഇനി നമുക്ക് ഇതിന് എന്ത് പറയാം? നമുക്ക് ഈ ഒരു കോണ് കണ്ടെത്തിക്കൂടെ? എങ്ങനെ കണ്ടെത്താം? ഇതൊരു നേരെയുള്ള ഒരു വരയാണല്ലേ. ഈ കോൺ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇതും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതായത് കോൺ COB ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ഇത് കുറച്ചാൽ പോരെ? CAOA കുറച്ചാൽ പോരെ 180 ഡിഗ്രിന്ന്? 180 ഡിഗ്രി മൈനസ് 2x. ഞാൻ ഈ ബ്രാക്കറ്റിനെ പുറത്തേക്ക് എടുക്കാൻ പോവാണേ. 180 ഡിഗ്രി മൈനസ് എല്ലാവർക്കും കൊടുക്കാൻ പോകണം. ബ്രാക്കറ്റിനുള്ളിൽ 180 ഡിഗ്രിക്ക് കൊടുത്തു. അപ്പോൾ മൈനസ് 180 ഡിഗ്രി ആയി.
പിന്നെ ഇവിടെ ഒരു -2x ഉണ്ട്. നമുക്കറിയാം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് +2x ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി 0 ആയി. പിന്നെ ബാക്കി 2x ഉണ്ട്. 2x അതായത് COB എന്നുള്ള കോൺ 2x ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് OCB എന്നുള്ള കോണും OBC എന്നുള്ള കോണുമാണ് അല്ലേ. നമുക്കറിയാം ത്രികോണം OBCയിൽ OB ഈക്വൽ ടു OC ആണ്. കാരണം അവ വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ കോണുകളാണ് തുല്യമാവുക? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ അല്ലേ. OBക്ക് എതിരായിട്ടുള്ള കോണ് അതായത് കോൺ OCBയും പിന്നെയോ OCക്ക് എതിരായിട്ടുള്ള കോൺ OBCയും തുല്യമാണ്. അതെത്രയാണെന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കൊരു കാര്യം അറിയാം, ഈ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടുക നമുക്കറിയാം. അതായത് കോൺ COB പ്ലസ് കോൺ OCB പ്ലസ് കോൺ OBC ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് ഒരു കോൺ മാത്രമേ അറിയുള്ളൂ. COB എത്രയാണെന്ന് അറിയാം, 2x ആണെന്നറിയാം. പ്ലസ് കോൺ OCB പ്ലസ് കോൺ OBC ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ഞാൻ ഈ 2xനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. കോൺ OCB പ്ലസ് കോൺ OBC ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 2x. നമ്മളിവിടെ കണ്ടിട്ടുണ്ട് രണ്ടും തുല്യ കോണുകളാണ്. അതുപോലെ അത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി എന്നും കിട്ടും. അതായത് നമുക്ക് എന്ത് പറയാം, ഒരു കോൺ OCB ഈക്വൽ ടു കോൺ OBC ഈക്വൽ ടു ഇതിൻ്റെ പകുതിയാണ് ഒരു കോൺ എന്ന് പറഞ്ഞൂടെ. രണ്ടും തുല്യമാണ്, കൂട്ടിയാൽ ഇത് കിട്ടും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു കോൺ ഇതിൻ്റെ പകുതിയല്ലേ, 180 ഡിഗ്രി മൈനസ് 2x/2 എന്ന് പറഞ്ഞൂടെ. നമുക്ക് 2 വെട്ടാൻ കഴിയുമോ നോക്കാം. 180നെ നമുക്ക് 2×90 ഡിഗ്രി എന്ന് എഴുതാം. മൈനസ് 2x/2. മുകളിലത്തെ സംഖ്യകളിൽ നിന്ന് 2 പുറത്തെടുക്കാം. 90 ഡിഗ്രി മൈനസ് x/2. ഈ രണ്ടും വെട്ടിപ്പോയി. ബാക്കി നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രി മൈനസ് x. അതായത് കോൺ OCBയും കോൺ OBCയും 90 ഡിഗ്രി മൈനസ് x ആണ്. 90 ഡിഗ്രി മൈനസ് x. ഇവിടെയും 90 ഡിഗ്രി മൈനസ് x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺ ACB എന്ന് പറഞ്ഞാൽ കോൺ ACBOയും കോൺ OCBയും കൂട്ടിയാൽ കിട്ടുന്നതല്ലേ. കോൺ ACO എത്രയാണ്? x പ്ലസ് OCB എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 90 ഡിഗ്രി മൈനസ് x. ഇവിടെ ഒരു +x ഉണ്ട്, ഇവിടെ ഒരു -x ഉണ്ട്. രണ്ടും കട്ട് ചെയ്ത് പോവാം. ബാക്കി 90 ഡിഗ്രി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോൺ ACB ഒരു മട്ടക്കോണാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയില്ലേ, 90 ഡിഗ്രി എന്ന് കിട്ടി.